ഹരേ കൃഷ്ണ. അപ്പോ നമ്മള് വാൽമീകി മഹർഷി രാമായണം എഴുതാനായിട്ട് തുടങ്ങിയ സമയത്ത് ഭരദ്വാജ മുനി അവിടെ വരികയും രണ്ടുപേരും കൂടിയിട്ട് തമസാ നദിയിൽ മുങ്ങിക്കുളിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഭരദ്വാജ മുനിയോടൊപ്പം പോവുകയും ചെയ്തു. ആ സമയത്ത് എന്ത് ചെയ്തു? അവിടെ ഒരു ദീനരോധനം കേൾക്കുകയാണ്. രണ്ട് ക്രൗഞ്ച പക്ഷികള് സ്നേഹം കൈമാറുന്ന വേളയിൽ എന്ത് ചെയ്തു? ഒരു കാട്ടാളൻ അതിന് ആൺകിളിയെ അമ്പെയ്ത് നിൽക്കില്ലേ. അപ്പൊ ആ പെൺകിളിയുടെ രോദനം കേട്ടുകൊണ്ട് വാൽമീകി മഹർഷി എന്ത് ചെയ്തു? ആ കാട്ടാളനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. നിനക്ക് ഒരിക്കലും ഇനി സമാധാനം അനുഭവിക്കുവാനായിട്ട്, സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയാതെ വരട്ടെ എന്ന് പറയുന്ന ഒരു ശാപം കൊടുക്കുക. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആശ്രമത്തിൽ വന്നിരിക്കുമ്പോ പെട്ടെന്ന് തന്നെ ഭരദ്വാജ മുനിയോട് പറയുക, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്റെ മനസ്സിൽ ഒരു പെട്ടെന്നൊരു ദയ എന്തുകൊണ്ട് വന്നു പോയി അല്ലെ. ആ ഒരു ദയ കാരണം സന്യാസം അല്ലെങ്കിൽ സ്വീകരിക്കുന്നവര് അവർക്ക് ഒന്നും തന്നെ ഒന്നിനോടും എന്തുണ്ടാവാൻ പാടില്ല, ഒരു ആസക്തി ഉണ്ടാവാൻ പാടില്ല അല്ലെ. കരച്ചിലായാലും ദുഃഖമായാലും സന്തോഷമായാലും അതിനോടൊന്നും തന്നെ ഒരു ആസക്തി ഉണ്ടാവാൻ പാടില്ല. എല്ലാത്തിനോടും ഒരു വിരക്തി അല്ലെങ്കിൽ ഒരു വെറുപ്പ് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മൃദുലത്വം കടന്നുകൂടി എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വേളയിലാണ് അവിടേക്ക് ആര് വരുന്നത്? ബ്രഹ്മദേവൻ വരുന്നത്. അപ്പൊ ആ ബ്രഹ്മദേവൻ വന്നിട്ട് പറയും, അല്ലെ, നീ ഇപ്പൊ ഇത് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ നടന്നതൊക്കെ തന്നെ എന്താ വിധിവിഹിതങ്ങളാണ്. വിധി അനുസരിച്ചിട്ടാ ഈ കാര്യങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം. ഈ നിന്റെ വായില് മാൻഷാദ പ്രതിഷ്ഠാന്ത എന്ന് പറയുന്ന ആ ഒരു ശാപവാക്ക് ഞാൻ തന്നെയാണ് വരുത്തിയത് അല്ലെ. എന്റെ ഭാര്യയായ സരസ്വതി ദേവി അവിടെ കയറി ആ ഒരു വികടമായി നിന്നത് കൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒരു ശാപം നൽകേണ്ടി വന്നത്. അത് വിധിവിഹിതമായിട്ടുള്ള ശ്ലോകമായിട്ട് മാറിയിട്ട് രാമായണത്തിന് തുടക്കം കുറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്കിനെ അല്ലെങ്കിൽ ആ ഒരു ശ്ലോകത്തെ രണ്ടായിട്ട് ഭാഗിച്ച് സരസ്വതി ദേവി കടാക്ഷമാക്കി മാറ്റിക്കൊടുത്തത് ആര് തന്നെയാണ്? ബ്രഹ്മദേവൻ തന്നെയാണ്. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വാൽമീകി രാമായണം കാവ്യം രചിക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പോ ശ്രീരാമചന്ദ്ര ഭഗവാനെ കുറിച്ചിട്ട്, ലവകുശന്മാരെ കുറിച്ചിട്ട്, സീതാദേവിയെ കുറിച്ചിട്ടുള്ള ആ രാമായണം എല്ലാം എഴുതുമ്പോ ലോകമാസകലം ലോകമെമ്പാടും ആ രാമായണത്തെ പുകഴ്ത്തിപ്പാടും ആ രാമായണത്തിന്റെ മഹാത്മ്യങ്ങൾ പ്രചരിപ്പിക്കും. അന്ന് എന്തുണ്ടാവും? നിനക്കും അതിന്റെ കീർത്തി ഉണ്ടാകും എന്ന് ബ്രഹ്മദേവൻ ആരോട് പറഞ്ഞു കൊടുക്കുക? ഇവിടെ വാൽമീകി മഹർഷിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. അതായിരുന്നു ആ ബാലകാണ്ഡത്തിന്റെ രണ്ടാമത്തെ സർഗം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും മൂന്നും സർഗങ്ങൾ അങ്ങനെ പോയി. ഇനി മൂന്നാമത്തെ സർഗത്തില് പറയുന്നുണ്ട്, പ്രാപ്തസ്യ രാജസ്യ രാമസ്യ വാൽമീകി ഭഗവാൻ ഋഷി ചകാരചരിതം കൃഷ്ണം വിചിത്രപദമർദ്ധവൻ. എപ്പോഴാണോ രാമചന്ദ്രമൂർത്തിക്ക് രാജ്യഭാരം ലഭിച്ചത് അപ്പോഴാണ് രാമായണം എഴുതി ചിട്ടപ്പെടുത്തിയത് എന്ന് അല്ലെ. കാരണം ആ സമയത്ത് സീതാദേവി അവിടെ ചെല്ലുന്നു. അതിനുശേഷമാണ് വാൽമീകി മഹർഷി ആ ചരിത്രം എഴുതുവാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പോ ആ നാലാം സർഗത്തിൽ പറയുന്നു, എപ്പോഴാണോ രാജ്യഭാരം ലഭിക്കുന്നത് ആ സമയത്താ വാൽമീകി മഹർഷി ആ രാമായണം എഴുതി ചിട്ടപ്പെടുത്തുന്നത്. എത്ര ശ്ലോകങ്ങളാ രാമായണത്തിലുള്ള? എത്ര ശ്ലോകങ്ങള്? 24,000 ശ്ലോകങ്ങള് 7 കാണ്ഡങ്ങളായിട്ട് അല്ലെ. 7 കാണ്ഡങ്ങളിലൂടെ 24,000 ശ്ലോകങ്ങളായിട്ടാ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ 500 സർഗങ്ങളും ചേർന്നതാണ് എന്ന് പറയുന്നത് രാമായണ മഹാകാവ്യം എന്ന് പറയുന്നത്. അപ്പോ ഈ രാമായണ മഹാകാവ്യം നമ്മൾ പറഞ്ഞു, രാമായണം രാമന്റെ അയനം, രാമന്റെ യാത്ര എന്നൊക്കെ ആണെങ്കിൽ പോലും ഉത്തരകാണ്ഡം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരുത്തിയിട്ട് പറഞ്ഞു, ഇത് ആരുടെ കഥയാണ്? സീതയുടെ കഥയാണ് രാമായണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് വാൽമീകി മഹർഷി അഭയം കൊടുത്ത സീതയുടെ പുത്രന്മാരായിട്ടുള്ള ലവകുശന്മാർക്ക് എന്ത് ചെയ്തു? രാമായണം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഈ കഥകളൊക്കെ നമ്മൾ എവിടെ കേട്ടു? ഉത്തരകാണ്ഡത്തിൽ കേട്ടു അല്ലെ. ഈ ലവകുശന്മാർ ഈ രാമായണം പാടി നടന്നതും ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്റെ യജ്ഞഭൂമിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഈ രാമായണം പാടി കേൾക്കുന്നതും, അങ്ങനെ തന്റെ പുത്രന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് സീതാദേവിയെ വിളിച്ചു കൊണ്ടുവരുന്നതും, വീണ്ടും വിശുദ്ധി നിർണയം പറഞ്ഞപ്പോ സീതാദേവി ആരോട് പ്രാർത്ഥിച്ചു? ആരോടാ സീതാദേവി പ്രാർത്ഥിച്ചേ? ഭൂമിദേവിയുടെ വേറൊരു പേരെന്താ? മാധവി ദേവി അല്ലെ. മാധവി ദേവിയോട് പ്രാർത്ഥിച്ചു. എന്താണ്? ശ്രീരാമചന്ദ്ര ഭഗവാനെ അല്ലാതെ മറ്റൊരു പുരുഷനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകട്ടെ അല്ലെ. അങ്ങനെ ഭൂമിദേവി എന്ത് ചെയ്തു? രസാതലത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ട് സീതാദേവിയെയും കൊണ്ട് ഭൂമിക്കുള്ളിലേക്ക് രസാതലത്തിലേക്ക് മറഞ്ഞു പോവുക ചെയ്യുന്നത്.
അങ്ങനെ ആ ലവകുശന്മാരെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? ആ രാമായണം മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു അല്ലെ. പറഞ്ഞു കേൾപ്പിച്ചിട്ട് ഓരോ ദിവസവും 20 സർഗം വെച്ചിട്ട് എന്ത് ചെയ്യണം? രാമായണം പാടിക്കേൽപ്പിക്കണം എന്ന് പറയുന്ന ആ ഒരു ഉദ്ദേശം ആർക്ക് പറഞ്ഞു കൊടുക്കുക? ലവകുശന്മാർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്തു? ഉത്സവവേളയിൽ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്തു? രാമായണം പാടി കേൾപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ 5ാമത്തെ സർഗം തുടങ്ങുന്നത് അയോധ്യ വർണ്ണനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബാലകാണ്ഡത്തിൽ നമ്മൾ അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. അപ്പൊ 5ാമത്തെ സർഗത്തിൽ പറയുന്നു, കോസലോ നാമ മുദിതസ്പിതോ ജനപദോ മഹാൻ നിവിഷ്ട സരയൂ തീരെ പ്രഭൂത ധനധാന്യവാൻ അയോധ്യ നാമ നഗരീ തത്ര ശ്രീലോക വിശുദ്ധ മനുനാ മാനവേന്ദ്രേണ യാ പുരി നിർമ്മിതാ സ്വയം ആയതാ ദശയോജനാനി മഹാപുരി ശ്രീമതി ത്രീണി വിസ്തീർണോ സുവിഭക്ത മഹാപദ സരയൂ നദി അല്ലെ. അപ്പൊ ആ സരയൂ നദിയുടെ തീരത്ത് നീല നിറത്തോട് കൂടിയിട്ടുള്ള രാജ്യമാണ് എന്ന് പറയുന്നത് അയോധ്യ എന്ന് പറയുന്നത് അല്ലെ. രാമരാജ്യവും അതുപോലെ തന്നെ അയോധ്യയും കോസല രാജ്യവും ഇതെല്ലാം ഒരുപോലെയാണെന്നാ പറയുക. അപ്പോ സ്വയംഭൂവ മനു തന്റെ ആ ഒരു ശക്തി കൊണ്ട് സ്വയം നിർമ്മിച്ചെടുത്ത രാജ്യമാണെന്ന് പറയുന്നത് ഈ അയോധ്യാപുരി എന്ന് പറയുന്നത്. അപ്പോ ഈ അയോധ്യാപുരിക്ക് 12 യോജന നീളവും 3 യോജന വിസ്തീർണവുമായിട്ടുള്ള സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ധാമമായിട്ടുള്ള അയോധ്യ എന്ന് പറയുന്നത്. അപ്പൊ ആ രാജവർണ്ണനയെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്കറിയാം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അയോധ്യയെ കുറിച്ചിട്ട് അല്ലെ. നനാസ്തികോ നാത്യന്തോ നചിത് ബഹുശ്രുതാം നൂയഘോ നശാശക്തോ ന വിദ്വാൻ വിദ്യതേ തഥാ ദീർഘായുഷോ നാര സർവേ ധർമ്മം സത്യം ച സംശ്രിതാം സംഹിതാ പുത്ര പൗത്രൈ ച നിത്യം സ്ത്രീഭി പുരുഷോത്തമേ അല്ലെ. രാമരാജ്യം പോലെ തന്നെയാണ് ദശരഥന്റെ രാജ്യം എന്ന് പറയാം അല്ലെ. രാമരാജ്യം പോലെ തന്നെയാണ് 10 ദിക്കുകളിലും നിന്നിട്ട് അല്ലെ 10 ദിക്കുകളിലും നിന്ന് ഒരേ സമയം യുദ്ധം ചെയ്യുവാനായിട്ട് കഴിവുള്ള സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ അത്രയേറെ സാഹചര്യങ്ങളുള്ള സ്ഥലമായിരുന്നു എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവിന്റെ രാജ്യം. അതുപോലെ തന്നെയായിരുന്നു അയോധ്യാപുരി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ രാജ്യത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ പരമമായ ഭക്തിയും സനാതന ധർമ്മവും മാത്രമേ നിലനിൽക്കൂ എന്ന് തെളിയിച്ച സ്ഥലമാണ് ഇത് അയോധ്യ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് എപ്പോഴും ആ രാജ്യത്തിലെ രാജാവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാവും എന്ത് ആ രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത്. അപ്പോ രാജാവ് എന്ന് പറയുന്നത് എന്താണ്? പ്രജകളുടെ പിതാവാണ് അല്ലെ. ആ രാജ്യത്തിന്റെ പിതാവ് പ്രജകളുടെ പിതാവാണ്. അപ്പോ അതുകൊണ്ട് തന്നെ തന്റെ പ്രജകളുടെ ക്ഷേമാർത്ഥം വേണം എന്ത് ചെയ്യാനായിട്ട്? ഒരു രാജാവ് രാജ്യം ഭരിക്കാനായിട്ട് അല്ലെ. എല്ലാ ദിവസവും നമ്മൾ സ്വയംഭവ മനുവിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭാഗവതത്തിൽ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും രാജ്യത്തെമ്പാടും രാജ്യത്ത് നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെളുത്ത പുക കൊണ്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നു എന്നാ പറഞ്ഞത്. എന്താണ് വെളുത്ത പുക എന്ന് പറയുന്നത്? എല്ലാ ദിവസവും രാവിലെ രാജ്യനഗരിയിലെല്ലാം തന്നെ എന്ത് ചെയ്യും? യജ്ഞങ്ങൾ ചെയ്യും അല്ലെ. പ്രജകളുടെ ക്ഷേമാർത്ഥം യജ്ഞങ്ങളെല്ലാം നടക്കും. ആ യജ്ഞത്തിന്റെ എല്ലാം വെളുത്ത പുക കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ആ എന്താണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലോ നമുക്ക് കറുത്ത പുക മാത്രമേ ഉള്ളൂ അല്ലെ. എല്ലാം അന്തരീക്ഷം മലിനമായി കൊണ്ടിരിക്കുന്നതാ. അപ്പോ അങ്ങനെയുള്ള രാജാക്കന്മാരെ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാം ഉപേക്ഷിച്ചിട്ട് നടക്കുന്ന രാജാക്കന്മാരെ ഏത് പേരിട്ട് വിളിക്കും? രാജർഷികൾ എന്ന പേരിട്ട് വിളിച്ചിരുന്നു എന്നാ പറയുന്നത്. അവരെ രാജർഷികൾ ക്ഷത്രിയന്മാരാണ്, പക്ഷെ രാജാവിനെ പോലെ രാജ്യം ഭരിക്കുകയും ഋഷികളെ പോലെ ജീവിക്കുകയും ചെയ്തിരുന്നവരാ എന്ന് പറയുന്നത് രാജർഷികൾ എന്ന് പറയുന്നത്. ആരൊക്കെയാ ഉദാഹരണങ്ങൾ പറയുന്നത്? ജനക മഹാരാജ് അല്ലെ, ദശരഥൻ, ഇതൊക്കെ തന്നെ പരിപൂർണ ദൈവവിശ്വാസികളായിരുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ദൈവവിശ്വാസമില്ലാത്ത രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യം എങ്ങനെയാണോ പശു ചെളിയിൽ ആഴ്ന്നു പോകുന്നത് അതുപോലെ ആയിപ്പോകുന്ന പറയുന്നത്. ഒരിക്കലും പുരോഗതി ഉണ്ടാവത്തില്ല. ചെളിക്കുണ്ടിലേക്ക് ഇങ്ങനെ ആഴ്ന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. പശു ചെളിക്കുണ്ടിൽ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പശുവിന്റെ കാലെന്ന് പറയുന്നത് നേർത്ത കാലുകൾ അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് ഇങ്ങനെ താഴ്ന്നു പോകും. അതിന് കരകയറി വരാൻ പറ്റത്തില്ല. അതുപോലെ ദൈവവിശ്വാസം ഇല്ലാത്ത ഈശ്വരവിശ്വാസികളല്ലാത്തവര് നാട് ഭരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പശു എങ്ങനെയാണോ ചെളിക്കുണ്ടിൽ ആഴ്ന്നു പോകുന്നത് അതുപോലെ നാട് എന്ത് ചെയ്യും? അധോഗതിയിലേക്ക് പോകുമെന്നാ പറയുന്നത് അല്ലെ. അപ്പോ ഇവിടെ നാസ്തികരില്ല, അസൂയയില്ല, അശക്തന്മാരില്ല, വിദ്വാൻമാരും മാത്രമേ ഉള്ളൂ ഇവിടെ അയോധ്യയില് അല്ലെ. എല്ലാവരും ദീർഘായുസ്സുള്ളവരാ,
ധർമ്മവും സത്യവും എല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് രാജാവിനെ പോലെ തന്നെ ആ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്കായിട്ട് ധർമാനുസൃതമായിട്ട് മാത്രം ജീവിക്കുന്നവരുള്ള രാജ്യമായിരുന്നു ഏതെന്ന് പറയുന്നത് അയോധ്യാപുരി എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെ ആ അയോധ്യാപുരിയില് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കൊട്ടാരത്തെ വർണ്ണിക്കുന്നതാണ് അടുത്ത സർഗത്തിൽ, അമാത്യ വർണ്ണനയില്. അപ്പൊ കൊട്ടാരത്തിനുള്ളില് പറയുന്ന കാര്യങ്ങളില് രാജാവിന് അടുത്തുള്ള മന്ത്രിമാരെ കുറിച്ചിട്ട്, രാജാവിന്റെ വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാരെ കുറിച്ചിട്ടൊക്കെ പറയും. ശ്രീരാമചന്ദ്ര ഭഗവാൻ 8 മന്ത്രിമാരുണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് അറിയാവോ? ദൃഷ്ടിർ, ജയന്തൻ, വിജയ, സിദ്ധാർത്ഥൻ, അർത്ഥസാധകൻ, അശോകൻ, മന്ത്രപാലൻ, സുമന്ത്രൻ, ഇങ്ങനെ പറയുന്ന 8 മന്ത്രിമാരുണ്ടായിരുന്നു. അതില് സുമന്ത്രരായിരുന്നു. ഈ മന്ത്രിമാരുടെ എല്ലാം തലവനായിട്ടുള്ളത് ആരാ? സുമന്ത്രരായിരുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് അമാത്യ വർണ്ണന കൊട്ടാരത്തെ കുറിച്ച് വർണ്ണിച്ചപ്പോ പറഞ്ഞു അവിടെ 8 മന്ത്രിമാരുണ്ടായിരുന്നു. ആ മന്ത്രിമാരിൽ വളരെ പ്രധാനി, അല്ലെങ്കിൽ മന്ത്രിമാരുടെ എല്ലാം നേതൃത്വം വഹിച്ചിരുന്ന ആരാ? സുമന്ത്രൻ എന്നാ പറയുന്നത്. അപ്പൊ ഈ സുമന്ത്രർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മന്ത്രിമാരില് പ്രധാനപ്പെട്ട ആളായതുകൊണ്ട് തന്നെ രാജകൊട്ടാരത്തിൽ എവിടെയും അന്തപുരത്തിലൊക്കെ കയറി ചെല്ലാനായിട്ടുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ടായിരുന്നു? ഈ സുമന്ത്രർക്കുണ്ടായിരുന്നു, അല്ലെ? ആ ഒരു പ്രത്യേക സ്ഥാനം കൊണ്ടിട്ടാണ്. അപ്പോ മഹാഭക്തനായിട്ടുള്ള വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? സുമന്ത്രൻ. അപ്പോ ആ രാജകൊട്ടാരത്തില് മന്ത്രിമാരെ പോലെ തന്നെ ഗുരുക്കന്മാരുണ്ടായിരുന്നു. വസിഷ്ഠനും വാമദേവനുമായിരുന്നു ആ ഗുരുക്കന്മാര്. അതിന് താഴെ ഋഷിമാര്, ബ്രാഹ്മണര്, ഇങ്ങനെയുള്ള ജാബാല ഋഷി, കശ്യപൻ, ഗൗതമൻ, മാർക്കണ്ഡേയൻ എന്നിവരൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. ആ ഗുരുക്കന്മാരുടെ താഴെയായിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു കൊട്ടാര വർണ്ണനയിൽ പറയും. അതിനുശേഷം ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? കൗസല്യ, സുമിത്ര, പിന്നെ കൈകേയി, അല്ലെ? 3 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോ ഇതിൽ ആദ്യം കൗസല്യാദേവിക്ക് ഒരു പുത്രി ഉണ്ടായി. അപ്പൊ ആ പുത്രി ഉണ്ടാകുന്ന സമയത്ത് ദശരഥ മഹാരാജാവിനെ സംബന്ധിച്ച് ഭയങ്കര വിഷമമായി, അല്ലെ? അത് പക്ഷാഭേദവും ബാക്കി കാര്യങ്ങളൊന്നും അല്ല. കാര്യം, തന്റെ രാജ്യത്തിന്റെ പിന്തുടർച്ച അവകാശം, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് തനിക്കൊരു രാജകുമാരനെ ആവശ്യമായിട്ടുണ്ട്, അല്ലെ? ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്ന. അപ്പോ ആ ക്ഷത്രിയന് രാജ്യം ഭരിക്കാനായിട്ട് ഒരു പുത്രൻ വേണമല്ലോ. ആ ചിന്ത കൊണ്ട് അദ്ദേഹത്തിന് ഒരു വിഷമുണ്ടായി. പക്ഷെ അംഗരാജ്യത്തെ ദശരഥന്റെ സുഹൃത്തായിട്ടുള്ള ലോമപാദർക്കും കുട്ടികളൊന്നും ഉണ്ടായില്ല. ലോമപാദ മഹാരാജാവിനും കുട്ടികളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അവിടെ വരുന്ന സമയത്ത് ലോമപാദ മഹാരാജാവ് ദശരഥനോട് പറഞ്ഞു, വളരെ അടുത്ത് തന്നെ നിനക്കൊരു മകൻ ജനിക്കും, അല്ലെ? വളരെ അടുത്ത് തന്നെ നിനക്കൊരു മകൻ ജനിക്കും. നീ വിഷമിക്കുമെന്ന് വേണ്ട, തീർച്ചയായിട്ടും നിനക്കൊരു പുത്രൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിനക്ക് നിന്റെ ഈ പുത്രിയെ എനിക്ക് തന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ ദശരഥ മഹാരാജാവ് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, ഈ മകളെ നീ കൊണ്ടുപോയി വളർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ലോമപാദ മഹാരാജാവിന് ആ കുട്ടിയെ കൊടുത്തു. ആ കുട്ടിയുടെ പേരാണ് ആര്? ആ കുട്ടിയുടെ പേരറിയാവോ? ശാന്ത, അല്ലെ? ആ കുട്ടിയുടെ പേരാണ് ശാന്ത. അങ്ങനെ അതിനുശേഷം കാലങ്ങളോളം കുട്ടികളൊന്നും ഉണ്ടായില്ല ദശരഥ മഹാരാജാവിന്. ഏകദേശം 60,000 വർഷമാണ് ദശരഥ മഹാരാജാവ് ജീവിച്ചതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ പക്ഷെ ശ്രീരാമചന്ദ്രമൂർത്തി എത്ര വർഷം ജീവിച്ചു? 11,000 വർഷം ജീവിച്ചു, അല്ലെ? അങ്ങനെ ആ ഒരു കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോ ദശരഥ മഹാരാജാവ് ഒരു പുത്രന് വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുക. എങ്ങനെയാ ഒരു ആഗ്രഹം? ഒരു പുത്രൻ ഉണ്ടാവുക. അങ്ങനെ ചിന്തയാനസ്യ തസ്സൈവം ബുദ്ധിരാസിൻ മഹാത്മനാം സുധാർത്ഥം വാജിമേധേന കിമർത്ഥം നയാജ്യാമ്യഹം സൂജജ്ഞം വാമദേവം ചാം ജാബാലീമദകൈശ്യപം പുരോഹിതം വസിഷ്ഠം ചൈ ചാന്യേതിജസത്തമാം പൂജുച്ഛ പരമപ്രീതാ സർവേ ദശരഥം വചാം സരയാച്യുത്തരേ തീരെ യജ്ഞഭൂമിൻ വിധീയതാം. അങ്ങനെ ഈ ഒരു കുട്ടി ഉണ്ടാകണം, പുത്രൻ ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം അങ്ങനെ നിറഞ്ഞു നിന്നപ്പോ അദ്ദേഹം ഋഷിമാരെയും മന്ത്രിമാരെയും എല്ലാം വിളിച്ചിട്ട് ഒരു യോഗം വിളിച്ചു ചേർത്ത്. എല്ലാവരും കൂടെ കൂട്ടി ഇതിനെന്താ ഒരു പരിഹാരം ഉണ്ടാവുക, എങ്ങനെയാ എനിക്കിത് ചെയ്യാൻ പറ്റുക, അല്ലെ?
അങ്ങനെ വംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പുത്രനെ വേണം, അതിനു വേണ്ടിയിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്തണം എന്ന് എല്ലാ പേരും കൂടിയിട്ട് തീരുമാനിക്കുക അല്ലെ. അങ്ങനെ പുത്രകാമേഷ്ടി യാഗം നടത്തുവാനായിട്ട് തീരുമാനിക്കുക. അങ്ങനെ സരയൂ നദിയുടെ തീരത്തിന് വടക്കായിട്ട് ഒരു യജ്ഞശാലയെല്ലാം ഉണ്ടാക്കിയിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്തുവാനായിട്ട് തുടങ്ങാം. ആ സമയത്ത് ആചാര്യനായിട്ട് ആര് തന്നെയാ? വസിഷ്ഠമുനി തന്നെയാ. വേറെ മാറ്റങ്ങളൊന്നുമില്ല, വേറൊരു ചിന്തയില്ല. ആചാര്യനായിട്ട് വസിഷ്ഠമുനി തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ സുമന്ത്രന് വന്നിട്ട് ദശരഥ മഹാരാജാവിനോട് വളരെ രഹസ്യമായിട്ട് വന്ന് പറഞ്ഞു, പണ്ട് ഒരു വലിയ യാഗശാലയിൽ വെച്ചിട്ട് ആ സദസ്സിൽ വെച്ചിട്ട് സനൽകുമാരന്മാർ അങ്ങയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവര് സഭയിൽ വന്നിട്ട് അവർക്ക് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അവര് സഭയിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ദശരഥ മഹാരാജാവിന് ഒന്നിലധികം പുത്രന്മാര് ജനിക്കും എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതിന് സാധ്യമാവണമെങ്കിൽ എന്ത് ചെയ്യണം? തലയ്ക്കുമീതെ കൊമ്പുള്ള ഋഷ്യശൃംഗൻ വന്നിട്ട് യാഗം ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പുത്രന്മാരുണ്ടാവൂ എന്നും ആര് പറഞ്ഞിട്ടുണ്ട്? സനൽകുമാരന്മാര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് ചോദിച്ചു, ആരാണ് ഋഷ്യശൃംഗൻ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ബ്രഹ്മാവിന്റെ പുത്രൻ കശ്യപ പ്രജാപതിക്ക് വളരെ ഉഗ്രതപസ്സിയായിട്ടുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു, വിഭാണ്ഡകൻ അല്ലെ. ആ വിഭാണ്ഡകൻ ഉഗ്രതപസ് കൊണ്ട് ലോകം മുഴുവൻ ഖ്യാതി പ്രാപിച്ച ആളായിരുന്നു വിഭാണ്ഡകൻ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അദ്ദേഹം ഇപ്പൊ എവിടെയാ? അപ്പൊ പറഞ്ഞു, ലോമപാത മഹാരാജാവ് രാജ്യത്തിൽ പണ്ടൊരു മഹായജ്ഞം നടത്തി അല്ലെ. വില കൂടിയ രത്നങ്ങളും ധനവും സമ്മാനങ്ങളെല്ലാം നൽകാമെന്ന് പറഞ്ഞിട്ടാ ഈ ബ്രാഹ്മണരെ എല്ലാം വിളിച്ചിട്ട് യജ്ഞം ചെയ്യിച്ചത്. യജ്ഞം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? പറഞ്ഞ വാക്ക് പാലിച്ചില്ല, കുറേശ്ശേ കൊടുത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ബ്രാഹ്മണരെല്ലാം ആ രാജ്യം വിട്ടുപോയി. ബ്രാഹ്മണര് പോയി കഴിഞ്ഞാൽ പിന്നെ യജ്ഞം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ബ്രാഹ്മണരെല്ലാം പോയി കഴിഞ്ഞപ്പോ മഴയൊന്നും ഇല്ലാതായി വന്നപ്പോ ആ രാജ്യത്ത് ഭയങ്കര വരൾച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അതാണ് ആ ഭാഗത്ത് കൂടി പോയതാണ് ആരെന്ന് പറയുന്നത്? ഈ വിഭാണ്ഡകനും അക്കൂട്ടത്തിൽ പോയതാ എന്ന് പറഞ്ഞു അല്ലെ. ആ കൊടും തപസ്സനുഷ്ഠിച്ചുകൊണ്ട് കാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു, ബ്രാഹ്മണരെല്ലാം പോയി കഴിഞ്ഞപ്പോ ത്രേതായുഗത്തില് ഭഗവാനിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഏതാ? യജ്ഞങ്ങളാണ്. ദ്വാപരയുഗത്തിലോ വിഗ്രഹാരാധനയായിരുന്നു. കലികാലത്തിൽ എന്താ? കലികാലത്തിൽ ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം എന്താ? പ്രാർത്ഥന. എന്ത് പ്രാർത്ഥന? കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ചൊല്ലൂ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എന്തിനാ ഈ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചത്? ഇതാരാ ഇങ്ങനെ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ചേ? ദ്രൗപദി അല്ലെ. എപ്പോ? പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് അല്ലെ. കൃഷ്ണ പാഹി പാഹി ജനാർദ്ദന എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചു അല്ലെ. ആദ്യം സാരി ഇങ്ങനെ, ദുശാസനൻ സാരി ഇങ്ങനെ പിടിക്കുമ്പോ സ്വന്തം ശക്തി കൊണ്ട് ആ സാരി തിരിച്ചു പിടിച്ചു അല്ലെ. അതിനുശേഷം തന്റെ ഭർത്താക്കന്മാരുടെ അടുക്കൽ, പിതാമഹന്മാരുടെ അടുക്കൽ, എല്ലാവരുടെ അടുക്കലും പോയിട്ട് കെഞ്ചി പറഞ്ഞു അല്ലെ. എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല. അവസാനം എന്ത് ചെയ്തു? കൃഷ്ണ പാഹി പാഹി ജനാർദ്ദന എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈയും ഉയർത്തിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോ എന്ത് ചെയ്തു? കിലോമീറ്ററുകൾ കണക്ക് സാരി കൊടുത്തു ഭഗവാൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാമം ജപിക്കുമ്പോ ശരണാഗതി പ്രാപിച്ചുകൊണ്ട് സർവ്വതും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഭക്തിയുടെ സേവനം നമ്മൾ ചെയ്യാനായിട്ട്. അങ്ങനെ എന്ത് ചെയ്തു? അംഗരാജ്യത്തില് ഈ ബ്രാഹ്മണരെല്ലാം പോയി കഴിഞ്ഞപ്പോ മഴയില്ലാണ്ടായി, ഭൂമി വറ്റി വരണ്ടു അല്ലെ, രാജ്യം നശിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? അവിടേക്ക് ഋഷ്യശൃംഗനെ കൊണ്ടുവന്നു എന്നാ പറയുന്നത് അല്ലെ. അങ്ങനെ നമ്മൾ ആ ഋഷ്യശൃംഗന്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഋഷ്യശൃംഗനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഋഷ്യശൃംഗനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എവിടെ? സിനിമയിലാ? അപ്പോ ഋഷ്യശൃംഗന്റെ കഥയിലേക്ക് നമ്മൾ വരും അല്ലെ. അപ്പൊ ഋഷ്യശൃംഗൻ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആ കഥയും ഇതുമായിട്ടൊന്നും ആ ഒരു സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മഴ പെയ്യിക്കും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതുമായിട്ടൊന്നും യാതൊരു ബന്ധങ്ങളും ഇല്ല. അപ്പൊ നമ്മൾ ആ ഒരു കഥയിലേക്ക് പോവാം. ശ്രീരാമ ശരണം സമസ്ത ജഗതാം രാമം വിനാ കാഗതീം രാമേണ പരിഹന്യത്തെ കലിമലം രാമായ കാര്യം നമാം രാമാത്രസ്യതി കാല ഭീമ ഭുജകോ രാമസ്യ സർവം വശേ
രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമത്വമേവാശ്രയം. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ്. അപ്പൊ ഇതിനകത്ത് ഋഷ്യശൃംഗ ഉപാഖ്യാനം എന്ന് പറയുന്നത് 9ാമത്തെ സർഗത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ബാലകാണ്ഡത്തിലെ 9ാമത്തെ സർഗത്തിലാണ്. ഏതശ്രുത്വാരഹസൂതോ രാജനാമിതമബ്രവീത് ശ്രൂയതാം തത്പുരാവൃത്തം പുരാണേ ച മയാ ശ്രുതം ഭിർവദിഷ്ടോയം പുരാവൃത്തോ മയാ ശ്രുതാം സനത്കുമാരോ ഭഗവാൻ പൂർവം കഥിതാവാൻ കഥാം ഋഷീണാം സന്നിധൗ രജംസ്തവാ പുത്രാഗമം പ്രതി കാശിപസ്യ പുത്രോസ്തി വിഭാണ്ഡകായി സുതാം. അപ്പോ ഈ 9ാമത്തെ സർഗത്തില് ഋഷ്യശൃംഗരെ കുറിച്ചിട്ടാ പറയുന്നു. വസിഷ്ഠ മുനിയെ വെച്ചിട്ട് പുത്രകാമേഷ്ടി യാഗം ചെയ്യാനായിട്ട് തീരുമാനിച്ച സമയത്ത് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഋഷ്യശൃംഗരെ കൊണ്ടുവന്നു കഴിഞ്ഞാല് 1-ലധികം പുത്രന്മാര് ലഭിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ആരാണ് ദശരഥന് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ പറയും ഏകാദശി വിളിച്ചിട്ട് പിറ്റേന്ന് പാരണ മുറിക്കുന്ന എപ്പോഴാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നദാനത്തിന്റെ സമയമാകുമ്പോൾ ഇവിടെ നമ്മൾ നിർത്തും. ആരാ പറഞ്ഞു കൊടുത്തത് ദശരഥ മഹാരാജാവിന്? ഇങ്ങനെ പുത്രകാമേഷ്ടി യാഗം നടത്തണം, അങ്ങേക്ക് 1-ലധികം പുത്രന്മാരുണ്ടാവും, അതിന് തലയ്ക്ക് മുകളിൽ കൊമ്പുള്ള ആളിനെ കൊണ്ടുവന്നിട്ട് യജ്ഞം ചെയ്യിക്കണം, അങ്ങനെ ഒരാളുണ്ട്, അത് ഋഷ്യശൃംഗനാണ് എന്ന് പറഞ്ഞു കൊടുത്തത് ആര്? സുമന്ത്രൻ. അല്ലെ, സുമന്ത്രന് പറഞ്ഞു. സുമന്ത്രക്ക് ഈ അറിവ് എവിടെന്നാ കിട്ടിയേ? ഗൂഗിളിൽ സെർച്ച് ചെയ്താ ഇല്ല. സുമന്ത്രക്ക് അറിവ് എവിടെന്നാ കിട്ടിയേ? പണ്ടൊരു സദസ്സിന് വെച്ചിട്ട് സനൽകുമാരന്മാർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അല്ലെ, അങ്ങനെ ആ യാഗത്തിന്റെ ആചാര്യൻ ഋഷ്യശൃംഗനായിരിക്കണമെന്ന് കുമാരന്മാര് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഋഷ്യശൃംഗനെ കുറിച്ചിട്ട് രാജാവ് തിരക്കുന്നതാണ് ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. അപ്പോ ബ്രഹ്മദേവന്റെ പുത്രനായിട്ടുള്ള കശ്യപ പ്രജാപതിയുടെ പുത്രനാണ് ആരെന്ന് പറയുന്നത്? വിഭാണ്ഡകൻ എന്ന് പറയുന്നത്. അപ്പോ ആ വിഭാണ്ഡകന്റെ മകനാണ് ഋഷ്യശൃംഗൻ. വനത്തിനുള്ളിൽ മാത്രം ജീവിക്കുന്ന വ്യക്തി. അല്ലെ, ബ്രഹ്മചര്യം ദീക്ഷിച്ചുകൊണ്ട് മറ്റാരെയും, സ്ത്രീജനങ്ങളുമായിട്ടോ മറ്റു പുരുഷന്മാരുമായിട്ടോ ആരുമായിട്ടും ആകെ അറിയാവുന്ന ആര് മാത്രമേ ഉള്ളൂ? വിഭാണ്ഡകന് മാത്രമേ ഉള്ളൂ. ബാക്കി ആരുമായിട്ടും യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും വെച്ച് പുലർത്താതെ ജീവിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഋഷ്യശൃംഗൻ എന്ന് പറയുന്നത്. അപ്പോ ദശരഥന്റെ സുഹൃത്താണ് അംഗരാജ്യത്തിലെ രാജാവ് ലോമപാദര്. രോമപാദരെന്നും പറയും, രോമപാദർ എന്നും പറയും. അദ്ദേഹത്തിന് പറയുന്ന പേരാ. അപ്പോ ഋഷ്യശൃംഗനും രോമപാദരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് പിന്നീട് വരുന്നത്. അപ്പോ ലോമപാദ മഹാരാജാവും ഋഷ്യശൃംഗനും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ടും ഈ 9ാമത്തെ സർഗത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ സ്പീഡിൽ പോവുക. കാര്യം എത്രയും 7 കാണ്ഡങ്ങൾ നമുക്ക് 3 ദിവസമേ ഉള്ളൂ. അപ്പോ ലോമപാദ മഹാരാജാവ് എന്ന് പറയുന്നത് മഹാബലവാനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അല്ലെ, അപ്പോ രാജാവിന്റെ എന്തോ ഒരു തെറ്റ് കൊണ്ട്, എന്ത് തെറ്റാ? രാജാവിന് എന്ത് തെറ്റുകൊണ്ടാ അവിടുന്ന് ബ്രാഹ്മണരെല്ലാം പോയത്? യജ്ഞം നടത്തിയിട്ട് ദക്ഷിണ കൊടുത്തില്ല. അല്ലെ, യജ്ഞം നടത്തിയിട്ട് പറഞ്ഞ ദക്ഷിണ കൊടുത്തില്ല. 500 കൊടുക്കാന്ന് പറഞ്ഞിട്ട് 100 കൊടുത്തോളൂ. അല്ലെ, അപ്പൊ എന്ത് ചെയ്തു? ബ്രാഹ്മണരെല്ലാം കൂടി അതിന് ദേഷ്യം വന്നിട്ട് വിഷമിച്ചിട്ട് അവരെല്ലാം അവിടെ നിന്ന് പോയി. അപ്പോ അതുകൊണ്ട് അവിടെ മഴയില്ലാതായി. അങ്ങനെ ബ്രാഹ്മണരെല്ലാം പോയി കഴിഞ്ഞപ്പോ ഹോമാദി യജ്ഞങ്ങളൊന്നും ചെയ്യാതെ വന്ന സമയത്ത് അവിടെ മഴയൊന്നും ഇല്ലാണ്ടായപ്പോ എന്ത് ചെയ്തു? യജ്ഞങ്ങൾ ചെയ്താലേ മഴയുണ്ടാവും, ബ്രാഹ്മണരായ ഭൂമിയിൽ കാലുകുത്തിയാലേ മഴ പെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഋഷ്യശൃംഗനെ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു തീരുമാനമെടുത്തു. അല്ലെ, അനാവൃഷ്ടി നേരിട്ട സമയത്ത് അങ്ങനെ എന്ത് ചെയ്യുക? രാജ്യത്തെ ജീവാത്മാക്കളെല്ലാം കഷ്ടപ്പെടുക. മഴയില്ലെങ്കിൽ ആൾക്കാർക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ? ഭക്ഷണം പാചകം ചെയ്യാൻ വെള്ളമുണ്ടോ? സസ്യങ്ങൾക്ക് വെള്ളമുണ്ടോ? ഇതെല്ലാം വറ്റി വരണ്ടു പോയി. അല്ലെ, അപ്പൊ അവിടെയുള്ള മന്ത്രിമാരെല്ലാം പറഞ്ഞു, ഋഷ്യശൃംഗനെ കൊണ്ടുവന്ന് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇവിടെ മഴ പെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഋഷ്യശൃംഗനെ കൊണ്ടുവന്നിട്ട് അങ്ങയുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണം. ലോമപാദ മഹാരാജാവിന്റെ മകളുടെ പേരെന്താണ്? ശാന്ത. അല്ലെ, ഈ ശാന്ത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരുടെ മകളാ? ദശരഥന്റെ മകളാണ്. അല്ലെ, അങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്നിട്ട് ശാന്തയെ വിവാഹം ചെയ്യിച്ചു കൊടുക്കണം, ബാക്കിയെല്ലാം വിധി പോലെ വരും എന്ന് പറയും. അല്ലെ, അങ്ങനെ ഇവിടെ ഋഷ്യശൃംഗൻ ഇവിടെ വന്നു എന്നറിയുമ്പോൾ ബാക്കി ബ്രാഹ്മണരെല്ലാ പേരും എന്ത് ചെയ്യും? നമ്മുടെ ഈ രാജ്യത്തിലേക്ക് വരും. ഏത് രാജ്യത്തില്? അംഗരാജ്യത്തിലേക്ക് വരും എന്ന് ഈ മന്ത്രിമാരെല്ലാ പേരും കൂടി പറയാം.
അങ്ങനെ ലോമപാത മഹാരാജാവ് എന്ത് ചെയ്തു? കൊട്ടാരത്തിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി, അല്ലെ? കൊട്ടാരത്തിലുള്ള സകലമാന മനുഷ്യരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന മുനികുമാരനെ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരണം. ഈ മുനികുമാരൻ എന്ന് പറയുന്നത് വിഭാടകന്റെ മകനാണ്. വളരെയധികം തപശക്തിയുള്ള വ്യക്തിയാ. ഇന്നേ വരെ സ്ത്രീജനങ്ങളെ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്നതിന് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ കൈക്കൊള്ളണം എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ നാരി എന്തെന്ന് കൂടി അറിയാത്ത ആളാണ്. വനത്തിൽ മാത്രം കഴിച്ചു കൂട്ടുന്ന വ്യക്തിയാ ഋഷ്യശൃംഗൻ എന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ലോമപാത മഹാരാജാവിന് അറിയില്ല. വിഭാടക സുതനായത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ലോമപാത മഹാരാജാവ് ആ സദസ്സിൽ പറയുന്നുണ്ട്, ഇല്ലേ? അപ്പോ രാജ്യത്താകമാനം അറിയിപ്പ് വന്നു, ഋഷ്യശൃംഗനെ കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ആൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളെല്ലാം രാജാവ് പ്രഖ്യാപിച്ചു, അല്ലെ? ആ സമയത്ത് കൊട്ടാരത്തിലുള്ള എല്ലാ ദാസിമാരും വന്നു. ഈ ദാസിമാരെല്ലാം വന്ന സമയത്ത് അതിൽ ഒരു ദാസി വന്നിട്ട് പറഞ്ഞു, ഈ ഉദ്യമത്തിനായിട്ട് ഋഷ്യശൃംഗനെ ഈ അംഗരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് എന്റെ ജീവൻ തന്നെ നൽകേണ്ടി വന്നാലും ഞാൻ അത് ചെയ്തിരിക്കും എന്ന് പറയുക, അല്ലെ? അപ്പോ രാജാവിന് ഭയങ്കര സന്തോഷമായി. അപ്പോ രാജാവ് ആ ദാസിയോട് ചോദിച്ചു, നിനക്ക് ഇതിനു വേണ്ടിയിട്ട് എന്താ വേണ്ടത്, അല്ലെ? ഇപ്പോ രാജ്യത്തിന് വേണ്ടി എന്താ വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോ പറഞ്ഞു, എന്ത് പൈസയാ തരേണ്ടത്? ഇതിന് ഒരുപാട് പൈസ വേണമെന്ന് പറഞ്ഞു. നിനക്ക് എന്ത് പൈസ വേണേലും തരാം. ഇതിന് എന്തൊക്കെയാ വേണ്ടത്? അതിന് വേണ്ടത് എല്ലാ കാര്യങ്ങളും നീ ചെയ്തോളാൻ പറയും. അപ്പൊ ആ ദാസി മറ്റുള്ള ദാസികളുമായിട്ട് ചേർന്നിട്ട് പലതും തീരുമാനിച്ചു. അതിന് ആദ്യം വേണ്ടത് ഒരു വലിയ തോണിയാണ്, അല്ലെ? ആ തോണിയൊക്കെ ഒരുപാട് തടികളൊക്കെ കൊണ്ട് ഘടിപ്പിച്ചിട്ട് ആ തോണിയൊക്കെ ചലിപ്പിക്കാനായിട്ട് തയ്യാറാക്കി. ഏകദേശം 4 മൈൽ നീളവും 2 മൈൽ വിസ്തീർണവുമുള്ള തോണിയാണ്, അല്ലെ? 4 മൈൽ നീളം. ഇവിടെ നിന്ന് ഏകദേശം എവിടം വരെ വരും? 4 മൈൽ എന്ന് പറയുന്നത് കിളിമാനൂർ എത്തുമോ? ഏകദേശം അത്രയും വലിപ്പ നീളവും ഏകദേശം അതിന്റെ പകുതിയോളം വീതിയും വരുന്ന വലിയ തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു പർണശാലയൊക്കെ ഉണ്ടാക്കി ഒരു ചലിക്കുന്ന ദ്വീപ് പോലെ ഉണ്ടാക്കിയെടുത്തു എന്നാ പറയുന്നത്. ആ തോണി കണ്ടു കഴിഞ്ഞാൽ ഒരു ദ്വീപ്, ഒരു ഭൂമി ഇങ്ങനെ വരുന്നതായിട്ട് തോന്നും. അതിൽ പർണശാലയൊക്കെ ഉണ്ടാക്കി എല്ലാ ദാസി പെൺകുട്ടികളും മുനികുമാരന്മാരെ പോലെ വേഷം കെട്ടിയിട്ട് എന്ത് ചെയ്തു? ആ തോണിക്കുള്ളിലേക്ക് വന്നു, അല്ലെ? തോണി തുഴയുന്നതിന് വേണ്ടിയിട്ട് വേറെ പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കാണുന്നവർക്ക് ഇത് സ്ത്രീകൾ മാത്രമുള്ള ഒരു ദ്വീപായിട്ട് മാത്രമേ തോന്നൂ, അല്ലെ? സ്ത്രീകൾ മാത്രമുള്ള ഒരു ദ്വീപായിട്ട് മാത്രമേ തോന്നൂ. അങ്ങനെ ആ തോണി പതുക്കെ വിഭാടകന്റെ ആശ്രമത്തിന് സമീപത്തുള്ള ആ തടാകത്തിലേക്ക്, ആ നദിയിലേക്ക് എത്തിച്ചേർന്നു, അല്ലെ? അങ്ങനെ വിഭാടകന്റെ വനത്തിലെത്തി. ഈ സ്ത്രീകളെ അപ്പോ എന്ത് ചെയ്തു? ഋഷ്യശൃംഗൻ ഈ സ്ത്രീകളെയൊക്കെ കണ്ടു. ഈ സ്ത്രീകളെയൊക്കെ കാണുന്ന സമയത്ത് ഋഷ്യശൃംഗൻ അത്ഭുതപ്പെട്ടു പോവുക, അല്ലെ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രൂപമൊക്കെ കണ്ടിട്ട് ഋഷ്യശൃംഗൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അവിടെ നിൽക്കട്ടെ, ഋഷ്യശൃംഗൻ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ വിഭാടകനെ കുറിച്ചിട്ട് പറയാം, അല്ലെ? വിഭാടകൻ എന്ന് പറയുന്നത് വസിഷ്ഠ മുനി ദശരഥ രാജാവിനോട് എന്താ പറയാ, ഋഷ്യശൃംഗനെ കുറിച്ച് ചോദിക്കുകയാണ്, അല്ലെ? അപ്പൊ ആ ഋഷ്യശൃംഗനെ കുറിച്ച് ചോദിക്കുന്ന സമയത്താണ് ബാലകാണ്ഡത്തിൽ വിഭാടകനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പൊ ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള കശ്യപ പ്രജാപതി സൂര്യപ്രകാശത്തിൽ ഇരുന്നു കൊണ്ട് തപസ് ചെയ്യുന്ന സമയം. എല്ലാരും തപസ് ചെയ്യുമ്പോൾ ഏറ്റവും ഏകാന്തമായ സ്ഥലത്ത് ശാന്തമായിട്ട് തണലെ കൊള്ളർത്ത് പോയിട്ടാ ചെയ്യുക. അപ്പൊ ഇത് ഉഗ്ര തപസ്സുകളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. സൂര്യപ്രകാശത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഠിനമായിട്ടുള്ള തപസ് ചെയ്യുമ്പോ ഏതോ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു പ്രത്യേക സമയത്ത് ചിന്തിച്ചു പോയി എന്നാ പറയണത്. ആര്? കശ്യപ പ്രജാപതി. അങ്ങനെ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ചിന്തിച്ചു പോയപ്പോ അദ്ദേഹത്തിന്റെ മാനസപുത്രനായിട്ട് ആ വ്യക്തി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ആ പുത്രനാണ് ആരെന്ന് പറയുന്നത്? വിഭാടകൻ എന്ന് പറയുന്നത്. കശ്യപ പ്രജാപതിയുടെ മാനസപുത്രനാണ്. കശ്യപ പ്രജാപതിയുടെ മാനസപുത്രനാണ് ആരെന്ന് പറയുന്നത്? വിഭാടകൻ, അല്ലെ? ആ വിഭാടകൻ പെട്ടെന്ന് തന്നെ വളർന്നു വലുതായി. അദ്ദേഹം എന്ത് ചെയ്തു? അച്ഛനെ നമസ്കരിച്ചിട്ട് ഈ ഭൗതികതയോടൊന്നും എനിക്ക് ഒരു താല്പര്യവുമില്ല, അതുകൊണ്ട് ഞാൻ ഈ ഭൗതികയുമായിട്ട് എനിക്കൊന്നും കാണുകയും കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ എവിടേക്ക് പോയി? വനത്തിലേക്ക് പോയി, അല്ലെ? അപ്പോ ഇതുപോലെ തന്നെ ഇത് ജനിച്ചതിന് ശേഷം വനത്തിലേക്ക് പോയ ആളാണ് ആര്? വിഭാടകൻ, അല്ലേ? പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടാ, ഹരിബോൾ. ഒരു ചോദ്യം. ഇതിപ്പോ ജനിച്ച് കഴിഞ്ഞതിന് ശേഷം ഭൗതി എനിക്ക് ആരും കാണാൻ വേണ്ട, പറയാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി? വനത്തിൽ പോയ ആളാണ് വിഭാടകൻ, അല്ലേ? ഇങ്ങനെ ഒരാള് അമ്മയുടെ ഗർഭത്തിൽ എവിടെ നിന്നോ കൈലാസത്തിൽ നിന്ന് പറന്നു വന്നിട്ട്
വ്യാസഭഗവാന്റെ ഭാര്യയുടെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് തിരിച്ചിറങ്ങി വരാൻ പറഞ്ഞിട്ട് വരില്ല. ഒരുപാട് കൊല്ലം ആ ഗർഭത്തിൽ തന്നെ ഇരുന്നൊരു വ്യക്തിയുണ്ട്. അതാണ് ആര്? ആര്? ആ വ്യക്തിയാണ് നമുക്ക് ഭാഗവതമൊക്കെ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. ഭാഗവത സപ്താഹം നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അല്ലെ, എല്ലാ പേരും വന്നിട്ട് ഭഗവാൻ പോലും വന്നിട്ട് പറഞ്ഞു, നീ പുറത്തേക്ക് വരണം, പുറത്തേക്ക് വരണം. ശുഖബ്രഹ്മം അല്ലെ, കൈലാസത്തിൽ നിന്നിട്ട് ചോദിച്ചേ, കൈലാസത്തിൽ നിന്നിട്ട് പാർവതി ദേവിക്ക് ഭഗവാൻ മഹാദേവൻ കുഴപ്പമില്ല, പാർവതി ദേവിക്ക് ഭഗവാൻ എന്ത് ചെയ്തു? ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ തത്ത ഇങ്ങനെ തോളിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൂളി കേട്ടോണ്ടിരിക്കുക അല്ലെ. അപ്പൊ മഹാദേവൻ വിചാരിച്ചു പാർവതി ദേവിയാ ഇത് വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് ഇരുന്നിട്ട് ഭാഗവതം കേൾക്കാന്നൊക്കെ വിചാരിച്ചിട്ട് മഹാദേവൻ ഇങ്ങനെ വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു കൊടുക്കുക. കുറെ കഴിഞ്ഞിട്ട് നോക്കിയോ പാർവതി ദേവി ഉറങ്ങുന്നു, ഈ മൂളല് കേട്ടോണ്ടിരിക്കുക. നോക്കിയപ്പോ അവിടെ ഒരു തത്ത ഇങ്ങനെ ഇരിക്കുക അല്ലെ. അങ്ങനെ ആ തൃശൂലം എടുത്ത് അയക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ തത്ത വന്നിട്ട് ശുഖബ്രഹ്മമായിട്ട് വ്യാസദേവന്റെ ഭാര്യയുടെ ആ വായ്ക്കുള്ളിലേക്ക്, ആ വ്യാസദേവൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക അത് ഭാഗവതം. അപ്പൊ ഭാര്യ വായും തുറന്നിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്തു? ഈ തത്ത ഉള്ളിലേക്ക് പോയി അല്ലെ. അപ്പോ ആ കുട്ടി ശുഖമഹർഷിയായിട്ട് പുറത്തേക്ക് വന്നപ്പോ എന്ത് ചെയ്തു? ഒന്നുമേ താല്പര്യമില്ലാണ്ട്, ജനിച്ചതേ താല്പര്യമില്ലാണ്ട് എന്ത് ചെയ്ത് ഇതേപോലെ തന്നെ പോയി അല്ലെ. അച്ഛന്റെ ആശ്രമത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് പോവുക ചെയ്യുന്നു അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ എന്ത് ചെയ്തു? വിഭാടകനും എനിക്ക് ഭൗതികതയോട് ഒരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെ നമസ്കരിച്ചിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ വനത്തിലേക്ക് പോയി അല്ലെ. അങ്ങനെ ആ വനം എവിടെയാണെന്നറിയോ? ഇന്നത്തെ മധ്യപ്രദേശില്. അപ്പോ അവിടെ ഒരു പർണശാലയൊക്കെ ഉണ്ടാക്കി, വനത്തിനുള്ളിൽ ഒരു പർണശാലയൊക്കെ ഉണ്ടാക്കിയിട്ട് 6000 വർഷം കെടാത്ത അഗ്നിയിൽ അഗ്നിപൂജയൊക്കെ ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടിയാണ് ആരെന്ന് പറയുന്നത്? വിഭാടകൻ അല്ലെ. നമ്മളിവിടെ കെടാവിളക്ക് വെക്കുന്ന പോലെ 6000 വർഷം എന്ത് ചെയ്തു? ആ അഗ്നിയെ കെടാതെ സൂക്ഷിച്ചിട്ട് അവിടെ എന്ത് ചെയ്തു? ദിവസവും ഹോമം ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ അവിടെയുള്ള വന്യജീവികൾക്കോ മറ്റുള്ള മുനിമാർക്കോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് അപ്പോഴേ ഇറങ്ങി പുറപ്പെടും ആര്? വിഭാടകൻ അല്ലെ. എല്ലാവർക്കും ഒരു പരോപകാരിയ. അപ്പോഴേ വിഭാടകൻ പോവും. അപ്പോ ഈ ഒരു സഹായം ചെയ്യൽ ദേവേന്ദ്രനെ സംബന്ധിച്ചിട്ട് ഭയങ്കര വിഷമമായിട്ട് തോന്നി. കാര്യം എന്താണ്? ഇനി അവന്റെ ഒരു പൊതുജന സമ്മതനായി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തനിക്ക് ഭീഷണിയാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ദ്രൻ വിഭാടകന്റെ ശക്തിയെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ട് വിഭാടകന്റെ തപോബലം കൊണ്ട് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ചാമ്പലാക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്തു? എന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് നടത്താനായിട്ട് വിഭാടകന് പറ്റും. തപശക്തി കൊണ്ട് ഈ ബ്രഹ്മലോകം മുഴുവൻ ചാമ്പലാക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ നാളെ ഒരു ദിവസം എന്ത് ചെയ്യും? അവൻ ഇവിടെ ദേവേന്ദ്ര പദവിയിൽ വന്നിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് വിഭാടകന്റെ തപസ് മുടക്കുവാനായിട്ടുള്ള ലക്ഷ്യവുമായിട്ട് ആരിറങ്ങിത്തിരിക്കുക? ദേവേന്ദ്രൻ ഇറങ്ങിത്തിരിക്കുക അല്ലെ. അപ്പോ ദേവേന്ദ്രൻ സാധാരണ എന്താ ചെയ്യുന്നവരുടെയൊക്കെ തപസ് മുടക്കാനായിട്ട്? എന്ത് ചെയ്യും? അപ്സരസുകളെ അയക്കും അല്ലെ. എന്താ മേനക, രംഭ, തിലോത്തമയൊക്കെ അയച്ചിട്ട് നൃത്തമൊക്കെ ചെയ്തിട്ട് അവരുടെ തപസ് മുടക്കും. അപ്പൊ ദേവേന്ദ്രന് മനസ്സിലായി തന്റെ നർത്തകിമാരിൽ അല്ലെങ്കിൽ തന്റെ രാജസദസ്സിലുള്ള ഒരു അപ്സരസുകളെ കൊണ്ടൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിഭാടകന്റെ തപസ് മുടക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ ബ്രഹ്മദേവന്റെ അടുക്ക ചെന്നു. ബ്രഹ്മദേവന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ബ്രഹ്മദേവ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് വിഭാടകന്റെ തപസ് മുടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അപ്സരസിനെ തരണം എന്ന് പറഞ്ഞു. അപ്പോ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? സാത്വിക സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു അപ്സരസിനെ ആരുടെ കൂടെ വിട്ടു? ദേവേന്ദ്രന്റെ കൂടെ വിട്ടു. അപ്പൊ ആ അപ്സരസ് വന്നിട്ട് ദേവേന്ദ്രനോട് ചോദിച്ചു, എന്തിനാ എന്നെ കൊണ്ടുപോണേ? അപ്പൊ പറഞ്ഞു, ഇങ്ങനെ വിഭാടകൻ എന്ന് പറയുന്ന ഒരു മുനിയുണ്ട്, അദ്ദേഹത്തിന്റെ തപസ് മുടക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോണെന്ന് പറഞ്ഞു. അപ്പോ ആ സാത്വികമായിട്ടുള്ള ദാസി ആയതുകൊണ്ട്, അപ്സരസ് ആയതുകൊണ്ട് തന്നെ, ആ ജ്ഞാനശക്തി ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഹർഷ എന്ന് പറയുന്ന ആ ദാസി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ തപശ്ശരികളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അദ്ദേഹം നിങ്ങൾക്കൊരു ആപത്തിനും വരത്തില്ല, നിങ്ങൾക്കൊരു ദോഷവും ഉണ്ടാക്കത്തില്ല. പിന്നെ എന്തിനാ ഞാൻ പോയിട്ട് ഇങ്ങനെ ഒരു തപസ് മുടക്കി അദ്ദേഹത്തിന്റെ ശാപം ഞാൻ ഏറ്റുവാങ്ങുന്നത് എന്ന് ചോദിച്ചു അല്ലെ. അപ്പോ ദേവേന്ദ്രൻ എന്ത് ചെയ്യും? റിക്വസ്റ്റ് ചെയ്യും, അപേക്ഷിക്കും, നീ വന്നേ പറ്റൂ, എനിക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ. അപ്പോ ഹർഷ പറയും, അങ്ങ് പറഞ്ഞത് കൊണ്ടല്ല, എന്റെ ഗുരു അല്ലെ, എന്റെ യജമാനൻ ബ്രഹ്മദേവൻ എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ കർത്തവ്യം നിർവഹിക്കുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ വിഭാടകനെ സംബന്ധിച്ചിട്ട് വിഭാടകന് മറ്റാരെയും അറിയത്തില്ല. അപ്പോ വിഭാടകന്റെ തപസ് മുടക്കുന്നതിന്
വേറെ ഒരു തരത്തിലുള്ള നൃത്തമോ ഗാനമോ ഒന്നും കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദേവേന്ദ്രൻ പറഞ്ഞു കൊടുത്തു, ഈ ഒരു കാര്യം ചെയ്യണം. വിഭാടകൻ വരുന്ന ആശ്രമത്തിലേക്ക് വരുന്ന വഴിയിൽ മറഞ്ഞിരുന്നിട്ട് മന്ത്രജപം ചെയ്യണം എന്ന് പറഞ്ഞു. മന്ത്രജപം ചെയ്യണം. മന്ത്രോച്ചാരണം എവിടെ കേട്ട് കഴിഞ്ഞാലും ആ ഭാഗത്തിലേക്ക് ആര് പോകും? വിഭാടകൻ പോകും. അല്ലാതെ ഗാനം നൃത്തം ഒന്നും കൊണ്ട് പറ്റത്തില്ല. നീ മന്ത്രജപം കൊണ്ട് മാത്രമേ നമുക്ക് വിഭാടകന്റെ തപസ്സിളക്കുവാനായിട്ട് സാധിക്കൂ എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്തു? ഹർഷ എവിടെ പോയി? ആശ്രമത്തിന് സമീപത്ത് ഒരിടത്ത് മറഞ്ഞിരുന്നിട്ട് വിഭാടകൻ വരുന്ന സമയത്ത് ഇങ്ങനെ മന്ത്രോച്ചാരണം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ വിഭാടകന്റെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിഭാടകൻ ഹർഷയുടെ അടുക്കലേക്ക് വന്നു. അല്ലെ, ഹർഷയുടെ അടുക്കലേക്ക് വന്ന് ഒന്നും ചോദിക്കാനായിട്ട് നിന്നില്ല. അതിനു മുമ്പ് തന്നെ ഹർഷ അദ്ദേഹത്തിന്റെ കാൽക്കലേക്ക് വീണിട്ട് പറഞ്ഞു, അങ്ങ് എന്റെ മന്ത്രോച്ചാരണത്തിൽ ആകൃഷ്ടനായിട്ട് വന്ന അങ്ങയിൽ എനിക്കൊരു പുത്രൻ ഉണ്ടാവണം, അതെന്റെ ആവശ്യമാണ്, അങ്ങ് ചെയ്തു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെ, അപ്പൊ വിഭാടകൻ പറഞ്ഞു, ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. അല്ലെ, ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. അപ്പോ ദേഷ്യമോ കോപമോ ഒന്നുമില്ലാതെ വളരെ ശാഠ്യം പിടിച്ചപ്പോ പറഞ്ഞു, ഞാൻ എന്റെ രേതസ് നിനക്ക് തരാം, നീ എന്താ വെച്ചാ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഭാടകന്റെ രേതസ് ഹർഷയുടെ കയ്യിൽ കൊടുക്കും. ചുട്ടുപൊള്ളുന്ന ആ രേതസുമായിട്ട് നിൽക്കുന്ന ആ ഹർഷ എന്ത് ചെയ്യും? ഗർഭാധാരണം നടത്താണ്ട് അതൊരു മാനിന്റെ ഗർഭത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് അങ്ങനെയാണ് തത്സമയം എന്തുണ്ടാകുന്നത്? മാനിന്റെ കൊമ്പോട് കൂടിയിട്ട് ഒരു പുത്രൻ ഉണ്ടാകുന്നത്. അതാണ് ആര്? തലയിൽ കൊമ്പുള്ള പുത്രൻ ഋഷ്യശൃംഗൻ എന്ന് പറയുന്നത്. അല്ലെ, അങ്ങനെ ആ കുട്ടിയെ ആ അമ്മമാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? എവിടേക്ക് ഓടി? വിഭാടകന്റെ വിഭാടകന്റെ ആശ്രമത്തിലേക്ക് പോയി. അല്ലെ, വിഭാടകന്റെ ആശ്രമത്തിലേക്ക് പോയി. വിഭാടകന്റെ ആശ്രമത്തിൽ ചിലപ്പോൾ വിഭാടകൻ മനസ്സിലായി, അല്ലെ, ഇത് മാനിൽ നിന്ന് ഹർഷയ്ക്ക് കൊടുത്ത ആ രഥത്തിൽ നിന്ന് വന്ന കുട്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഋഷ്യശൃംഖല എന്ത് ചെയ്തു? വിഭാടകൻ അവിടെ സ്ത്രീകളോടൊന്നും കാണാനോ കേൾക്കാനോ ഒന്നും സാഹചര്യം കൊടുക്കാണ്ട് ആ വനത്തിനുള്ളില് പൂർണ്ണമായിട്ടും ആത്മീയതയുടെ പരിശീലനം നടത്തിക്കൊണ്ട് ആര് വളർത്തിക്കൊണ്ടുവരുന്നത്? വിഭാടകൻ വളർത്തിക്കൊണ്ടുവരുന്നത്. അല്ലെ, അപ്പൊ വിഭാടകന്റെ കഥ നമ്മൾ അറിഞ്ഞു. അല്ലെ, ആരാ വിഭാടകൻ? ആരുടെ പുത്രനാ? ആരുടെ പുത്രനാണ് വിഭാടകൻ? കശ്യപ പ്രജാപതിയുടെ പുത്രൻ. അല്ലെ, കശ്യപ പ്രജാപതിയുടെ പുത്രൻ. അമ്മ ആരാ? വിഭാടകന്റെ അമ്മ ആരാ? മാനസപുത്രൻ അല്ലേ? അല്ലെ, കശ്യപ പ്രജാപതിയുടെ മാനസപുത്രനാണ് വിഭാടകൻ. അല്ലെ, അതിനുശേഷം വിഭാടകന്റെ രേതസ് കൊണ്ട് ഹർഷയ്ക്ക് കൊടുക്കുന്ന ഹർഷ ആരാ? ബ്രഹ്മദേവന്റെ അപ്സരസ്. അല്ലെ, ബ്രഹ്മലോകത്തിലെ അപ്സരസ. ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാണ്? വിഭാടകന്റെ തപസ് മുടക്കാൻ വന്നതാണ്. അതിലൂടെ ഇരിക്കുന്ന പുത്രനാണ് ആരെന്ന് പറയുന്നത്? ഋഷ്യശൃംഗൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് വിഭാടകനെ കുറിച്ച് അറിഞ്ഞു, വിഭാടക പുത്രനായിട്ടുള്ള ഋഷ്യശൃംഗനെ കുറിച്ച് അറിഞ്ഞു. ഋഷ്യശൃംഗൻ എവിടെ നിൽക്കുക? അംഗരാജ്യത്തിൽ നിന്ന് ദാസിമാരെല്ലാ പേരും കൂടിയിട്ട് ഋഷ്യശൃംഗനെ കൊണ്ടുപോകാനായിട്ട് ഒരു തോണിയിൽ വന്നു. അവരവിടെ നിൽക്കുന്നു. ഋഷ്യശൃംഗൻ അവരെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. വിഭാടകന്റെ കഥയും കേൾക്കും. അല്ലെ, 5 minutes. ഹരേ കൃഷ്ണ. നമ്മള് ഋഷ്യശൃംഗന്റെ ജന്മത്തെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോ ഒരു വിഭാടക ചരിതമൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് വരുന്നത്. അപ്പൊ ഇനി ഋഷ്യശൃംഗൻ എവിടേക്ക് പോവാ? അംഗരാജ്യത്തിലേക്ക് പോകുന്ന കഥയാണ് ഇത് നമ്മൾ പറയുന്നത്. സുമന്ത്രോദിതോ രാജ്ഞാ പ്രോവോചേദം വദസ്തഥാം യദർശ്യശൃംഗസ്ഥാനീതോ യേനോപായേന മന്ത്രിഭിः തന്മേ നിഗദിതം സർവം ശൃണു മേ മന്ത്രിഭിः സഹ രോമപാദമുവാചേദം സഹാമാദ്യ പുരോഹിതാം ഉപായോ നിരപായോയം അസ്മാഭിരവിചിന്തിതാം ഋഷ്യശൃംഗോ വനചരാം തപസ്വാധ്യായ സംയുതാം അനഭിജ്ഞസ്തു നാരീണാം വിഷയാണാം സുഖസ്യജാം ഇന്ദ്രിയാഭൈരഭിമതി നരചിത്ര പ്രമാദിഭിः പുരമാനായിഷ്യാമാക്ഷിപ്രം ചാദിവസീതയാം ഗണികാസ്തത്ര ഗച്ഛന്തു രൂപവത്യ സ്വലംകൃതാം പ്രലോഭ്യ വിവിധോപായേയാനേഷ്യന്തിഹ സത്കൃതാം
श्रुत्वा तथेति राजा च प्रत्युवाच पुरोहितो मन्त्रिणा च तदा च पृच्छते तथा वारमुख्यास्तिदच्छ्रुत्वा वनं प्रविष्टुमर्हत् आश्रमस्य विदूरे अस्मिन् यत्नं कुर्वन्ति दर्शने ऋषे पुत्रस्य धीरस्य नित्यमाश्रमवासिनां पितुः नित्यसन्तुष्टो नाधिचक्राम चाश्रमान् न तेना जन्म प्रभृति दृष्टपूर्वं तपस्विनां स्त्री वा पुमान् वा यच्छन्यासत्वं नगरराष्ट्रजम् तदा कदाचित्तं देशमाजगामयदृच्छयां विभाण्डकसुतस्तत्र तच्चापश्य द्वाराङ्गनां सा चित्रवेषा प्रमदा गायन्त्यो मधुरस्वरं कृषिपुत्रमुपागम्य सर्वावदनमब्रुवन् कस्त्वं किं वर्तसे ब्रह्मन् ज्ञातुमिच्छामहे वयम् एकस्त्वं विजने दूरे वने चरसि शंसनाम् अदृष्टरूपास्तेन काम्यरूपा वने स्त्रियां हता तस्य मदुर्जाताम् आख्यातुं पितरं सुगं पिता विभाण्डकोऽस्माकं तस्याहं सुत औरसां कृष्यशृङ्गा इति ख्यातं नाम कर्म च मे भुवि इहाश्रमपदेऽस्माकं समीपे शुभदर्शनां करिष्ये वो अत्र पूजां वै सर्वेषां विधिपूर्वकं ऋषिपुत्रवधा श्रुत्वा सर्वासामदिरासवै तदाश्रमपदं द्रष्टुं जग्मु सर्वास्ततो अङ्गनां गदानां तु तदा पूजां ऋषिपुत्र चकारहाम् इदं मध्यमिदं पाद्यम् इदं मूलं फलञ्जनां प्रतिगृह्यातु तां पूजां सर्वा एव समुत्सुकाम् इषे भीता च शीघ्रं तु गमनाय मदिं दधु अस्माकम् अभिमुख्यानि फलानि नामानि हे द्विजां गृहाण विप्रा भद्रं ते भक्षयस्व च माचिरम् ततस्तास्तं समादिङ्ग्यां सर्वाहर्षसमञ्जितां मोदकान् प्रददु तस्मै भक्ष्यां च विविधान् शुभान् तानि च स्वाद्यते चसि फलानीति स्मन्मन्यते अनास्वादितपूर्वाणि भने नित्यनिवासिनम् आपृच्छ च तदा विप्रं व्रतचर्यां निवेद्य च गच्छन्ति स्मावशेषातां भीतास्तस्य विदुस्त्रियाम् अस्तुष्टहृदया चासि दुःखा च परिवर्तते ततो अवरीद्युस्तं देशम् आजगामास बीज्यवान् विभाण्डकसुधा श्रीमान् मनसा चिन्तयन् भुः मनोज्ञा यत्र तादृष्टा वारमुख्या सुनङ्कृतां दृष्टैव च ततो विप्रमायान्तं हृष्टमानसाम् उपसृत्या तदा सर्वा तातमूचुरिदं वच्चाम् ये ह्याश्रमपदं सौम्याम् अस्माकमिति चाब्रुवन् चित्राण्यत्र बहूनि स्युमूलानि च फलानि च तत्राप्येषु विशेषेण विदुर्गी भविदा ध्रुवम् श्रुत्वा तु वदनं तासां सर्वासां हृदयङ्गमम् गमनाय मदिं चक्रे तं च निन्युस्तदा स्त्रियां तत्र चानीयमाने तु विप्रे तस्मिन् महात्मनि ववर्ष सहसा देवो जगत्प्रलयां सतां वर्षेणैवागतं विप्रं तापसं सा नराधिपां प्रत्युद्यम्य मुनिं प्रह्वा शिरसा च महीं गदाम् अर्घ्यं च प्रददौ तस्मै न्यायदासु समाहिताम् वव्रे प्रसादं विप्रेन्द्रा मां विप्रं मन्युराभिषेत् अन्तःपुरं प्रविश्यास्मै कन्यां दत्त्वा यथाविधि
ശാന്താം ശാന്തേന മനസാ രാജാ ഹർഷമവാപസാം ഏവം സാ നിവസത്തത്ര സർവകാമൈ സുപൂജിതാം കൃഷ്യശൃംഗോ മഹാതേജാം ശാന്തയാ സഹ ഭാര്യയാം. ശ്രീകൃഷ്ണ. ഇപ്പൊ നമ്മള് ഈ ഒരു സർഗത്തില് അല്ലെ 10ാമത്തെ സർഗത്തിൽ പറയുന്നത് 9ാമത്തെ സർഗത്തിൽ ഋഷ്യശൃംഗൻ ജനിച്ചു, വിഭാടകന്റെ ആശ്രമത്തിലേക്ക് വന്നു അല്ലെ. മാനിന്റെ കൊമ്പോട് കൂടിയിട്ടുള്ള ഒരു കുട്ടി വന്നപ്പോഴേ സംസ്കൃതം പറഞ്ഞുകൊണ്ടിരിക്കുക, അത് വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വിഭാടകൻ മനസ്സിലായി ഇത് ആര് തന്നെയാണ്, തന്റെ പുത്രൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ മാനിന്റെ കൊമ്പോട് കൂടിയിട്ട് സംസ്കൃതം എപ്പോഴും ഉച്ചരിച്ചുകൊണ്ട് യജ്ഞം ചെയ്യുന്ന ആളായിട്ട് ആര് വന്നു? ഋഷ്യശൃംഗൻ ഇങ്ങനെ വരിക. അപ്പോ പ്രസവിച്ച ഉടൻ തന്നെ ഈ മാൻ കരഞ്ഞുകൊണ്ട് വിഭാടകന്റെ ആശ്രമത്തിലെത്തി. ജ്ഞാനദൃഷ്ടി കൊണ്ട് കൃഷിയെല്ലാം മനസ്സിലാക്കി അല്ലെ, ഇതായിരിക്കും തന്റെ ജന്മ ഉദ്ദേശം എന്ന് അറിഞ്ഞിട്ട് ആ കുട്ടിയെ എടുത്ത് ആശ്രമത്തിൽ എത്തിച്ചു അല്ലെ. യഥാ പിതാ തഥാ പുത്ര എന്ന് പറയും. എങ്ങനെയാണോ അച്ഛൻ അതുപോലെ തന്നെ ആയിരിക്കും അന്ത പുത്രന്. അപ്പൊ ഇവിടെ വിഭാടകൻ ആ ഒരു ബ്രഹ്മചര്യമെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് സ്ത്രീജനങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നിന്നുകൊണ്ട് ആ ജീവിക്കുന്ന വ്യക്തിയാണ് വിഭാടകൻ. അതേ പാത തന്നെ ആരും പിന്തുടർന്നു വന്നു, ഋഷ്യശൃംഗനും പിന്തുടർന്നു വന്നു അല്ലെ. അങ്ങനെ എന്താണ് എല്ലാവരിൽ നിന്നും മാറ്റി ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരിക. അപ്പൊ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അത് പിതാവിന്റെ അടുത്ത് ചോദിച്ചിട്ട് വിഭാടകനോട് ചോദിച്ചിട്ട് വിഭാടകന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഋഷ്യശൃംഗൻ ഈ കാര്യം ഏത് കാര്യങ്ങളും ചെയ്യത്തുള്ളൂ എന്നാണ്. അപ്പോ ഈ ഒരു സമയത്ത് എന്തോ ഒരു ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു മുനിയുടെ അലർച്ച കേട്ടു എന്നാ പറയുന്നത്. എന്തോ ഒരു വലിയ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു. അപ്പോ ആ സമയത്ത് വന്യമൃഗങ്ങൾ എന്തോ ആക്രമിക്കാനായിട്ട് ആരെയോ ആക്രമിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് വിഭാടകൻ ഋഷ്യശൃംഗനോട് പറഞ്ഞു, നീ ഒരു കാരണവശാലും ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല അല്ലെ. നീ ഇവിടെ ഞാൻ 6000 വർഷമായിട്ട് സൂക്ഷിക്കുന്ന അഗ്നിയാണ് ഇത്, ഹോമത്തിന് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന അഗ്നിയാണ് ഇത്, ഒരിക്കലും കെട്ടുപോകാനായിട്ട് നീ സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു വിഭാടകൻ, നീ ഇവിടെ തന്നെ ഇരിക്കണം, ഞാൻ പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, വിഭാടകൻ അവിടെ നിന്ന് പോവാ. അങ്ങനെ വിഭാടകൻ അവിടെ നിന്ന് പോയി കുറെ സമയം കഴിഞ്ഞിട്ട് വന്നില്ല. ഈ സമയത്ത് ആരുണ്ട് അവിടെ? അംഗരാജ്യത്തിൽ നിന്ന് വന്ന ദാസിമാരെല്ലാം മുനികുമാരന്മാരുടെ വേഷമെടുത്തുകൊണ്ട് ആ പർണശാലയൊക്കെ ഉണ്ടാക്കിയ ആ തോണിയിൽ എന്ത് ചെയ്യാണ്, വിഭാടകന്റെ ആശ്രമത്തിന് സമീപം നിൽക്കുക. ആ നദിയിൽ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഋഷ്യശൃംഗൻ വെള്ളമെടുക്കാൻ ചെല്ലുമ്പോ ഈ ദാസിമാരെയൊക്കെ കാണും അല്ലെ, ഈ മുനികുമാരന്മാരെയൊക്കെ കാണും. അപ്പൊ ഈ മുനികുമാരന്മാരിൽ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ചോദിക്കും, അങ്ങ് ആരാണ് എന്ന് ചോദിക്കും. പറയും, ഞാൻ മുനിവര്യനായിട്ടുള്ള വിഭാടകന്റെ പുത്രൻ ഋഷ്യശൃംഗനാണ് ഞാൻ അല്ലെ. അപ്പൊ നിങ്ങൾ ആരാ എന്ന് ചോദിക്കാൻ പറയും, ഞങ്ങള് ഈ ഒരു പർണശാലയിലെ മുനികുമാരന്മാരാണ് എന്ന് പറയും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തപസ്സുണ്ട്, യജ്ഞമുണ്ട്, അവിടെ നല്ല ഫലമുരാദികളുണ്ട്, നല്ല ആഹാരമുണ്ട്, എല്ലാം പറഞ്ഞിട്ട് ഋഷ്യശൃംഗനോട് ഈ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കും അല്ലെ. ആ സമയത്ത് എന്ത് ചെയ്യും, അതില് വേഷന്മാർ, ഇതെല്ലാം ദാസിമാരല്ലേ, എല്ലാ സ്ത്രീജനങ്ങളല്ലേ, വേഷന്മാരെ വന്നിരിക്കുന്നവരല്ലേ. അതിലൊരാൾ ഇങ്ങനെ വിഭാടകൻ ഋഷ്യശൃംഗനെ ഇങ്ങനെ തലോടുന്ന സമയത്ത് ഋഷ്യശൃംഗൻ എന്തോ ഒരു പ്രത്യേക തരത്തിൽ അവരോട് ഒരു ആകർഷണം തോന്നുകയും അതിന്റെ ഫലമായിട്ട് അവരോടൊപ്പം എന്ത് ചെയ്യുകയും ചെയ്യും, ആ അംഗരാജ്യത്തിലേക്ക് ആ തോണിയിൽ കയറി യാത്രയാവുകയും ചെയ്യും. ആ ഇറങ്ങുന്ന സമയത്ത് ഋഷ്യശൃംഗൻ ആ വന്ന ഒരു മുനികുമാരനോട് പറയും, നീ ഇവിടെ തന്നെ ഇരിക്കണം, 6000 വർഷമായിട്ട് എന്റെ അച്ഛൻ കെടാതെ സൂക്ഷിക്കുന്ന ഹോമാഗ്നിയാണ്, അതൊരിക്കലും കെട്ടുപോകാൻ പാടില്ല, അതുകൊണ്ട് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട് എന്ത് ചെയ്യും, ഈ തോണിയിൽ കയറിയിട്ട് പോകും അല്ലെ. അങ്ങനെ തോണിയിൽ കയറി ഋഷ്യശൃംഗൻ അംഗരാജ്യത്തിലെത്തി കാൽ വെക്കുന്ന സമയത്ത് തന്നെ അവിടെ എന്ത് ചെയ്യും, ഇടിവെട്ടി മഴ പെയ്യും. ആ സമയത്ത് ഋഷ്യശൃംഗനെ എന്ത് ചെയ്യും, ഈ മുനികുമാരന്മാര് ദാസിമാരെല്ലാ പേരും കൂടിയിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടു ചെന്നിട്ട് ലോമപാത മഹാരാജാവിന്റെ മകളെ ശാന്തയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും അല്ലെ. അവിടെ വെച്ചിട്ടാണ് സ്ത്രീയുടെ ജന്മത്തെ കുറിച്ചിട്ടും സ്ത്രീ ജന്മത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും ഒക്കെ തന്നെ ഒരു മുനിവര്യൻ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഋഷ്യശൃംഗന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതവിടെ കഥ അവിടെ നിൽക്കുക. അപ്പൊ ഋഷ്യശൃംഗൻ എവിടെ എത്തി, അംഗരാജ്യത്തിലെത്തി. മഴയൊക്കെ പെയ്തു അല്ലെ, മഴയൊക്കെ പെയ്തു, എല്ലാം കഴിഞ്ഞു. അവിടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയം. അപ്പൊ ഈ സമയത്ത് വിഭാടകൻ എന്ത് ചെയ്യും, എവിടെ വരും, ആശ്രമത്തിൽ വരും. വിഭാടകൻ കേട്ട ശബ്ദമൊക്കെ വന്യമൃഗങ്ങൾ ആക്രമിച്ചതാണോ? അല്ല, ദേവന്മാരുടെ എന്താണ് ഡ്രാമയാണ് കണ്ടത് അല്ലെ.
അപ്പൊ എന്ത് ചെയ്തു? വിഭാടകൻ അവിടെ വരുന്ന സമയത്ത് ഒരു ദാസി തന്റെ ഹോമാഗ്നി കെടാതെ ഇത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. വിഭാടകന് ഭയങ്കര ദേഷ്യം വന്നു. വിഭാടകൻ അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് എടുത്ത് ചുഴറ്റി എറിഞ്ഞു. അപ്പോ ഈ ദാസി എണീച്ചിട്ട് പറയും, നിങ്ങളുടെ മകൻ ഋഷ്യശൃംഗൻ തന്റെ അച്ഛൻ 6000 വർഷം കെടാതെ സൂക്ഷിച്ച ഹോമാഗ്നിയാണിത്, അതുകൊണ്ട് ഇത് അണയാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പോയത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറയും. അപ്പൊ പെട്ടെന്ന് തന്നെ വിഭാടകൻ മനസ്സിലായി ഋഷ്യശൃംഗൻ എന്ത് ചെയ്തു? അംഗരാജ്യത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ വരിക, അംഗരാജ്യത്തിൽ പോയിട്ട് ലോമപാത മഹാരാജാവിനെയും രാജ്യത്തെയും ശപിക്കണം, ഒരിക്കലും അവിടെ മഴയില്ലാതെ പോകട്ടെ, മഴ പെയ്യാതെ പോകട്ടെ എന്ന് ശപിക്കണം എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇദ്ദേഹം അംഗരാജ്യത്തിലേക്ക് പോവാ. അംഗരാജ്യത്തിലേക്ക് പോകുമ്പോ ലോമപാത മഹാരാജാവിന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ചിട്ട് എന്ത് ചെയ്തു? ഈ വിഭാടകൻ വരുന്ന വഴിയില് 1008 ബ്രാഹ്മണന്മാരെ നിരത്തി നിർത്തിയിരുന്നു. 1008 പേര് അല്ലെ. എന്നിട്ട് അവരോടെല്ലാം പറഞ്ഞു, നിങ്ങളെല്ലാം വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചോ പറഞ്ഞു. എന്തുകൊണ്ടാ? വിഭാടകൻ ആകെ ഒരു സോഫ്റ്റ് കോർണർ ഇവിടെ മാത്രമേ ഉള്ളൂ, വേദമന്ത്രങ്ങളാണ് അല്ലെ. വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? വിഭാടകന്റെ ഒരു വലിയ രേഖാചിത്രമൊക്കെ വരച്ചിട്ട് ഇദ്ദേഹം വരുന്ന വഴിയിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചു വെച്ചു അല്ലെ. അപ്പോ വിഭാടകൻ വരുമ്പോ തന്റെ ചിത്രം കാണുന്നു, ബ്രാഹ്മണരെല്ലാം നിന്നിട്ട് വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. ഇത്രയും മതി, അതിനകത്ത് വീഴും അല്ലെ. അങ്ങനെ എന്ത് ചെയ്തു? വിഭാടകൻ അവിടേക്ക് വന്നപ്പോ വേദമന്ത്രങ്ങളൊക്കെ കേൾക്കുന്നു, തന്റെ ചിത്രമെല്ലാം കേട്ടു. ഇതെല്ലാം കേട്ടിട്ട് ഒന്നും ആലോചിക്കാനായിട്ട് സമയം കിട്ടിയില്ല. നോക്കിയപ്പോ കാണാം ഒരാൾ കാൽക്കലിൽ വീണു കിടക്കുക. ആരാ? ലോമപാത മഹാരാജാവ് അല്ലെ. ലോമപാത മഹാരാജാവ് ഒന്ന് കാൽക്കൽ വീണിട്ട് പറഞ്ഞു, അങ്ങ് ശപിക്കുകയൊന്നും ചെയ്യരുത്, അങ്ങയുടെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഗനാണ് ഇന്നു മുതൽ അംഗരാജ്യത്തിന്റെ രാജാവ് അല്ലെ. അങ്ങയുടെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഗനാണ് അംഗരാജ്യത്തിന്റെ രാജാവ്. പെട്ടെന്ന് തന്നെ വിഭാടകന്റെ ചിന്ത പെട്ടെന്ന് ക്ലിക്കായി. എന്താ? ഇനി ഞാൻ ശപിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിനും ജനങ്ങൾക്കും വരുന്ന കഷ്ടതകൾക്ക് ഉത്തരവാദി എന്റെ മകനായി പോവും അല്ലെ. അതുകൊണ്ട് ഇനി ശപിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വിഭാടകനെ സ്വീകരിച്ചു കൊണ്ടുപോയി ഋഷ്യശൃംഗനെയൊക്കെ കണ്ടു. ഋഷ്യശൃംഗനോട് പറഞ്ഞു, നിനക്കൊരു പുത്രൻ എപ്പോഴാണോ ഉണ്ടാകുന്നത് അടുത്ത നിമിഷം നീ എന്ത് ചെയ്യണം? എന്റെ ആശ്രമത്തിലേക്ക് നീ തിരിച്ചു വരണം എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ ആ വാക്കെല്ലാം ഞാൻ അതുപോലെ ചെയ്യാമച്ച എന്ന് പറയുന്ന വാക്കെല്ലാം കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ആര് പോകുന്നത്? വിഭാടകൻ തിരിച്ചു പോകും അല്ലെ. അപ്പോ ഇനി ഈ ലോമപാത മഹാരാജാവിന്റെ പുത്രിയെ വിവാഹം കഴിച്ച ഋഷ്യശൃംഗൻ ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്? ഇനിയിപ്പോ എന്തിനു വേണ്ടിയിട്ടാ വന്നിരിക്കുന്നത്? ഉറക്കെ പറയും. സനൽകുമാരന്മാര് സുമന്ത്രര് കേട്ട ഒരു കാര്യം പറഞ്ഞു. എന്തുവായിരുന്നു? പുത്രകാമേഷ്ടി യാഗം അല്ലെ. പുത്രകാമേഷ്ടി യാഗം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. ആ കാര്യമൊന്നും അറിയില്ല. അപ്പൊ ലോമപാത മഹാരാജാവിന് എന്ത് ചെയ്യും? ആ രാജ്യത്ത് നിന്ന് ഇനിയിപ്പോ ഋഷ്യശൃംഗൻ എവിടേക്ക് കൊണ്ടുപോകും? നമ്മുടെ പുത്രകാമേഷ്ടി യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും അല്ലെ. അപ്പൊ അത് നമുക്ക് വായിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കേൾക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇപ്പൊ നമുക്കൊരു കീർത്തനം കേൾക്കാം.